പ്ലസ് ടുവിന് പഠിക്കുന്ന കൂട്ടുകാരറിയാൻ വേണ്ടിയാണ്. പ്ലസ് ടുവിന് ഏത് സ്ട്രീം പഠിക്കുന്നവർക്കും, അതായത് സയൻസ് ആകട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, അവർക്കെല്ലാം വേണ്ടിയുള്ള ഒരു നാഷണൽ ലെവൽ എൻട്രൻസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇനി പ്ലസ് വൺകാരും കേട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതാണത്, ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് അടുത്ത വർഷം ഈ പരീക്ഷ എഴുതേണ്ടി വരും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 300ഓളം നമ്മളെ രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മികച്ച കോഴ്സുകൾ, അത് ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഇനി മറ്റ് പെർഫോമിംഗ് ആർട്സ് ആവട്ടെ, ഡിസൈൻ ആവട്ടെ, BBA പോലുള്ള മാനേജ്മെൻറ്റ് ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആവട്ടെ, ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. CUET 2025 അപേക്ഷകൾ ഈ വരുന്ന ജനുവരിയിൽ വിളിച്ചു തുടങ്ങും. എല്ലാ വർഷവും കുറേ വർഷം കൊണ്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട നാഷണൽ ലെവൽ എൻട്രൻസ് ആണ് CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇത് 300ഓളം യൂണിവേഴ്സിറ്റി, കഴിഞ്ഞ വർഷം 286ഓളം യൂണിവേഴ്സിറ്റികളിൽ അതിൽ പങ്കെടുത്ത് ഈ വർഷം അത് കൂടാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം 13,47,820 പേര് രജിസ്റ്റർ ചെയ്തു. ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ കുട്ടികൾ, മലയാളി കുട്ടികൾക്ക് ഇടയിൽ അത്രമാത്രം പോപ്പുലർ ആയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് എനിക്ക്. കാരണം ഈ പ്ലസ് ടുക്കാരോട് സംസാരിച്ചപ്പോൾ CUET എന്നുള്ളൊരു പരീക്ഷയെക്കുറിച്ച്, ഒരു എൻട്രൻസ് പരീക്ഷയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലുണ്ട് എന്നുള്ളൊരു സത്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന പാരൻസ് മറ്റ് ഉള്ളവരും തീർച്ചയായിട്ടും ഇതിൽ മറ്റുള്ളവർക്ക് +1 +2 കുട്ടികൾക്ക് ഇത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു സർവീസ് ആവും. കാരണം ഇതിൽ അത്രമാത്രം സാധ്യതയാണ്. ഇത് അറ്റൻഡ് ചെയ്യുന്നവരിൽ ഒരു 4/1 കുട്ടികൾക്ക് ഇതിന് പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം 3 ലക്ഷത്തിൽ പരം, ഈ വർഷം അത് 3,20,000 3.5 ലക്ഷത്തോളം സീറ്റുകൾ ഇതിലുണ്ട്. ഈ വർഷം പരമാവധി 15 ലക്ഷം പേര്, ചിലപ്പോൾ അതിൽ ഒരല്പം കൂടെ എക്സീഡ് ചെയ്യും, എങ്കിലും 15 ലക്ഷം പേര് എഴുതി കഴിഞ്ഞാലും 3-3.5 ലക്ഷം പേർക്ക് സീറ്റ് ഉണ്ടെന്നുള്ളത് ഇതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഈ കൂട്ടുകാരിൽ ഈ കുട്ടികൾക്ക് ഇതിന് ഇത് പോപ്പുലർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവരിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് CUET ഇത്രമാത്രം പ്രാധാന്യമുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞല്ലോ 300ഓളം യൂണിവേഴ്സിറ്റികൾ ഈ 2025 വർഷത്തിൽ കാണുമെന്നുള്ളത്. കഴിഞ്ഞ വർഷം 300ൻ്റെ അടുത്തേ ഉള്ളായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ആദ്യകാലത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മാത്രമായിരുന്ന ടെസ്റ്റ്. 2022 മുതലാണ് ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ കുറച്ച് മാറിയത്. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് കുറേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും എല്ലാം UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ UGC ഈ വർഷം മുതൽ ഇതിൻ്റെ മെത്തഡോളജി ഓഫ് എക്സാമിനേഷൻ സിലബസൊക്കെ കുറച്ച് പരിഷ്കരിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ പുതിയ UGC എക്സ്പെർട്ട് കമ്മിറ്റി പുതിയ നിർദ്ദേശങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടാണ് പുറത്തുവിട്ടത്. അതിന് ഫൈനൽ അപ്രൂവൽ ഡിസംബർ അവസാനമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജനുവരിയിൽ തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ആ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കണം. കാരണം കഴിഞ്ഞ വർഷത്തിനേക്കാളും ചില വ്യത്യാസങ്ങൾ ഈ 2025 മുതൽ വരുത്തുകയാണ്. അത് കുട്ടികളുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്, പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ഹൈബ്രിഡ് പരീക്ഷ ഉണ്ടായിരുന്ന രീതി മാറുകയാണ്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് UGC അറിയിച്ചായിരുന്നു. അപ്പം അതുകൂടി പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാത്രമല്ല മറ്റ് മാറ്റങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. പുതിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഹൈബ്രിഡ് നിർത്താൻ പോകുന്നു. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ പേപ്പർ ആൻഡ് പെൻ പരീക്ഷ കൂടി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പേര് എഴുതുന്ന പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നമ്പർ കുറഞ്ഞ പരീക്ഷയ്ക്ക് ഓൺലൈനുമായിരുന്നു. പക്ഷേ ഇപ്പോഴ് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ മാത്രമേ ഉള്ളൂ. നേരത്തെയുള്ള ഹൈബ്രിഡ് നിർത്തിയിരിക്കുകയാണ്, നേരത്തെ പറഞ്ഞായിരുന്നു. പ്രധാനമായിട്ട് ലാംഗ്വേജസ് പിന്നെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്ട്സ്, നമ്മൾ ഏതൊക്കെ തിരഞ്ഞെടുക്കാവുന്ന സബ്ജക്ട്സ്, ലാംഗ്വേജ്, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്,
ഇതങ്ങനെ 3 പരീക്ഷകളാണുള്ളത്. ഇതിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന കഴിഞ്ഞ വർഷം വരെ 6 സബ്ജക്റ്റായിരുന്നു. ഈ വർഷം മുതൽ ഇനി 5 സബ്ജക്റ്റേ കാണുള്ളൂ. ഒരു ലാംഗ്വേജും 4 സബ്ജക്ട്സും ആയിരിക്കും. അത് ഡൊമൈൻ സബ്ജക്ട്സിൽ നിന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അനുസരിച്ചായിരിക്കും മിക്കവാറും ഉള്ള ഈ വർഷം അവരെ ലിസ്റ്റിൽ, അതായത് 63 സബ്ജക്ട്സ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് അവർക്കുള്ള ഡൊമൈൻ സബ്ജക്ട്സിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലാത്ത വിവിധ സബ്ജക്ട്സ്, വിവിധ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ സബ്ജക്ട്സിൽ 63 സബ്ജക്ട്സ് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് 37 ആക്കി പുതിയതായിട്ട് കുറച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് എക്സ്പെർട്ട് കമ്മിറ്റി അങ്ങനെയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 37 സബ്ജക്ട്സ് ആണ്. ഇനി 37 സബ്ജക്ട്സിൽ കവിഞ്ഞ ബാക്കിയുള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് ടൂറിസം, നിയമം, അതുപോലെ തന്നെ മറ്റ് ചില പരീക്ഷകളെല്ലാം തന്നെ പിന്നെ എൻ്റർപ്രണർഷിപ്പ്, ഇതിനൊന്നും പ്രത്യേക സബ്ജക്ട്സ് ഇല്ല. ഇതെല്ലാം കോമൺ എൻട്രൻസ്, കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നാണ് അവർ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നാണ് കുട്ടികൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 63 പിന്നെ വിവിധ സബ്ജക്ട്സ് എന്നുള്ളത് 37 ആക്കി. ഡൊമൈൻ സബ്ജക്ട്സ് 23 മാത്രമേ ഉള്ളൂ. നേരത്തെ അത് 29 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, അതും കുറഞ്ഞു. 13 ലാംഗ്വേജസാണ് ഇപ്പം അവർ പറയുന്നത്, 21 ഡൊമൈൻ സബ്ജക്ട്സ്. പിന്നീട് ഒരു നേരത്തെ വിദേശ ഭാഷകൾ, സ്പാനിഷ്, ചൈനീസ്, ജാപ്പനീസ്, ഇതിനെല്ലാം തന്നെ പരീക്ഷകളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോഴും മലയാളികൾ അത്ഭുതപ്പെടും, ഇതിനൊക്കെ എന്തിനാണ് പരീക്ഷ നടത്തുന്നതെന്ന്. എന്നാൽ അറിയണം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ കോഴ്സ്, നമ്മൾ സാധാരണ ഗ്രാജുവേഷൻ കോഴ്സ് എന്ന് പറയുന്ന വിവിധ ഫോറിൻ ഭാഷകളിൽ കോഴ്സുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, പിന്നെ ഗോവ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫോറിൻ ലാംഗ്വേജിൽ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളെല്ലാം തന്നെ, ഈ കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയായിരുന്നു നേരത്തെ ഫോറിൻ ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണ് ഇങ്ങനെയുള്ള നിയമനം നടത്തുന്നത്. അതേസമയം തന്നെ പെർഫോമിംഗ് ആർട്സ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഇതിലുണ്ട്. മാനേജ്മെൻറ്റ് സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. എന്തായാലും 37 സബ്ജക്ട്സ് ഇവരുടെ സൈറ്റിൽ നിന്ന് വിശദമായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർ കോമൺ CUET എന്നുള്ളത് ഒരു മികച്ച ടെസ്റ്റാവുന്നതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. UGC സബ്ജക്റ്റ് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മറ്റൊരു നിർദ്ദേശം, ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം, ഏത് സബ്ജക്റ്റ് +2 പഠിച്ചവർക്കും ഏത് സബ്ജക്ട്സിന് വേണ്ടിയും പരീക്ഷ എഴുതാം. നേരത്തെ അത് അനുവദിച്ചിട്ടില്ലായിരുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ സയൻസ് പഠിച്ച ഒരാൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിന് അപേക്ഷിക്കാം. ഈ 5 സബ്ജക്ട്സിൽ അവർക്ക് ഏതെങ്കിലും ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സ് സബ്ജക്ട്സിനോ അല്ലെങ്കിൽ മറ്റ് ഉള്ള പിന്നെ പെർഫോമിംഗ്, അപ്പോൾ പല സബ്ജക്ട്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. സാധാരണ ഹ്യൂമാനിറ്റീസുകാർ സയൻസിനോട്ട് അപേക്ഷിക്കുന്നത് വിരളമായിരിക്കും. പക്ഷേ നിയമപരമായിട്ട് പുതിയ രീതി അനുസരിച്ച് സബ്ജക്ട്സ് ഒരു ബാരിയറയില്ല. പഠിക്കുന്ന +2, +1, +2 പഠിക്കുന്ന സബ്ജക്ട്സ് ഒരു ബാരിയറയില്ല, ഏതിനും അപേക്ഷിക്കുക. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിർദ്ദേശം, ഇതിന് ഏജ് ബാർ ഇല്ല എന്നുള്ളതാണ്. 1-2 വർഷം കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതൊന്നും എഴുതാതെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിന് പോയ കൂട്ടുകാർക്കും വേണമെങ്കിൽ ഇപ്രാവശ്യം CUET പരീക്ഷ എഴുതി അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് പറയാൻ, ഈ സാധാരണ നിലയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു 50-60 ഇടയ്ക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ വരും. ബാക്കിയെല്ലാം ഡീംഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും തന്നെ ഫീസ് വളരെ കുറവാണ്. ഹോസ്റ്റൽ ഫീസും വളരെ കുറവാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, ഇങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികളിൽ അനേകം പേർക്ക് സീറ്റുണ്ട്. ഫീസ് തുച്ഛമായ ഫീസേ ഉള്ളൂ. അതേ തന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളെ വല്ലാതെ മാറ്റും, ഓരോ വിദ്യാർത്ഥിയും വല്ലാതെ മാറ്റും. അപ്പോൾ ഈ പ്രാധാന്യം അറിയണം. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി അറിയണം, പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അടുത്ത കാലത്തായിട്ട് തുടങ്ങിയ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സ്, UG ആൻഡ് PG ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, ഓണേഴ്സ് കോഴ്സുകൾക്കെല്ലാം തന്നെ CUET വഴിയാണ് അഡ്മിഷൻ. നമ്മൾ വേറൊരു കാര്യം കൂടി അറിയേണ്ടത്, സാധാരണ നിലയിൽ എനിക്ക് തോന്നുന്നില്ല മലയാളി കുട്ടികൾക്ക് അത്രമാത്രം ജാഗ്രത ഇതിലുണ്ടോ എന്നറിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്.
സാധാരണ ബിടെക് പരീക്ഷയ്ക്ക് ഒരുപാട് ബിടെക് സീറ്റുകൾ CUET വഴി ലഭിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അഗ്രികൾച്ചർ. ഒരുപാട് കൂട്ടുകാർ അഗ്രികൾച്ചർ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കാറുണ്ട്, അഗ്രികൾച്ചറിന് സീറ്റ് കിട്ടണം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ ഇനിയുള്ള ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ അണ്ടറിലുള്ള മിക്കവാറുമുള്ള ഒരു നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റി, 50-ൽ താഴെ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ CUET വഴിയാണ്. അഗ്രികൾച്ചർ വഴി പഠിക്കുമ്പോൾ അഗ്രികൾച്ചറിൽ പിന്നീട് BSc അഗ്രികൾച്ചർ മാത്രമല്ല, BSc ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ സെറികൾച്ചർ, ഫിഷറി സയൻസ്, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ്, ഇങ്ങനെയുള്ള കുറേ, അതുപോലെ തന്നെ പിന്നീട് ഡയറ്റീഷ്യൻ ആവാനുള്ള ന്യൂട്രീഷൻ സയൻസ്, ഇങ്ങനെയുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് കോഴ്സുകൾക്ക് ഇതുവഴി അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമല്ല, ഇതിൽ പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ സീറ്റുകളെല്ലാം CUET വഴിയാണ്. അപ്പോൾ ബിടെക്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ കോഴ്സുകൾ, പിന്നീടുള്ളത് സയൻസ് കോഴ്സുകൾ. നമ്മൾ പ്യുവർ സയൻസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്ലൈഡ് സയൻസിലോട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് പോകാൻ കഴിയും. അപ്പോൾ സയൻസ് കോഴ്സുകൾ, അതുപോലെ തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കോഴ്സുകളെല്ലാം തന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ധാരാളം ഹ്യൂമാനിറ്റീസ് കോഴ്സുകളുണ്ട്, ആന്ത്രപ്പോളജി പോലുള്ള കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സുകളുണ്ട്. ഇവിടെയെല്ലാം വൻ സൗകര്യങ്ങളുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസാണ് CUET UG എന്ന് പറയുന്ന ഇനി നടക്കാൻ പോകുന്ന കോഴ്സുകൾ. ഇതെല്ലാം ഫെബ്രുവരി ആകുമ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരിയിൽ തന്നെ കഴിയും. അതുപോലെ തന്നെ മെയ് പകുതിയോടുകൂടി ഇതിൻ്റെ പരീക്ഷ വിവിധ ദിവസങ്ങളിലായിട്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സിൽ അത് നടക്കും. 3 ലക്ഷത്തിൽ പരം സീറ്റുകൾ നമ്മൾ എന്തുകൊണ്ട് CUET വഴി എടുക്കണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിന്നെ സർവകലാശാലകളുടെ നിലവാരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും നമ്മൾ എടുക്കുന്നത് ഈ ഒരു അഖിലേന്ത്യാ ടെസ്റ്റ് എടുക്കുന്നത് ഈ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് പോലും നമുക്ക് പ്രൊഫഷണലാക്കി മാറ്റാമെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കരിയർ ഗൈഡ് പറഞ്ഞു തരും. കാരണം ഹിസ്റ്ററി എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ആന്ത്രപ്പോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാം, അത് കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്യാം, അതുപോലെ തന്നെ ആർക്കിയോളജി പഠിക്കാം, മ്യൂസിയോളജി പഠിക്കാം, ഹെറിറ്റേജ് സ്റ്റഡീസ് പഠിക്കാം, പിന്നെ വേണമെങ്കിൽ മാനേജ്മെൻറ്റിലോട്ടും പോകാൻ കഴിയും. ഇത് സയൻസുകാർക്ക് ഇതേപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ പ്രദാനം ചെയ്യും. ഇതിൽ പലപ്പോഴും പലരുടെയും സംശയം എങ്ങനെ ഈ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അതിന് വേറെ എങ്ങും പോകണ്ട. നമ്മൾ നാക്കിൻ്റെ ഗ്രേഡിങ്, നാക്ക് A+ എന്നൊക്കെ കൊടുക്കുമല്ലേ, പിന്നെ AA+ ഒക്കെ കൊടുക്കുമല്ലേ. അപ്പോൾ നാക്കിൻ്റെ അക്രഡിറ്റേഷൻ മാത്രമല്ല, നാക്കിൻ്റെ ഗ്രേഡ്, അതുപോലെ തന്നെ NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, NIRF റാങ്കിങ്, ഇത് നോക്കുമ്പോഴത്തേനെ നമുക്കറിയാം. പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ചിലപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് വഴി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുത്തെ അലൂമിനിയായിട്ട് ബന്ധപ്പെടാം. എത്രമാത്രം എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അക്കാഡമിക് എക്സ്പോഷർ ഒരു വലിയ ഘടകമാണ്. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ അക്കാഡമിക് എക്സ്പോഷർ വലിയ ഘടകമാണ്. ചിലപ്പം നിങ്ങൾക്ക് ഒരു പിന്നെ സയൻസ് കോഴ്സോ ഹ്യൂമാനിറ്റീസ് കോഴ്സോ നോർത്ത് ഈസ്റ്റ് ഹിൽ യൂണിവേഴ്സിറ്റിയിലായിരിക്കും കിട്ടുന്നത്. അവിടെ കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത് മാത്രമാണ് ഒരു മാർഗ്ഗമാണെങ്കിൽ അവിടെ പോകണം. കാരണം അത് തരുന്ന ഒരു അക്കാഡമിക് എക്സ്പോഷർ ഭയങ്കര വലുതാണ്. നമ്മളെ നാട്ടിൻപുറത്ത് ഒരു സാധാരണ കോളേജിലൊക്കെ കിട്ടുന്നതിനേക്കാൾ എക്സ്പോഷർ കിട്ടും. കാരണം യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഫണ്ടഡ് യൂണിവേഴ്സിറ്റികളിൽ ഇതിനൊന്നും ഒരു ക്ഷാമമല്ല. ലൈബ്രറി, മറ്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ആവശ്യം പോലെ ഇമ്മൻസ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ അക്കാഡമിക് എക്സ്പോഷർ കൂടുതലുണ്ടാക്കും. മാത്രമല്ല, വിദേശത്ത് പോകണമെന്നുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും നിങ്ങൾ CUET വഴി ഒരു നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പുറത്ത് പോകാനുള്ളൊരു ആവേശം ഉണ്ടാക്കും. പല ക്യാമ്പസിൽ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നമ്മളെ കേരള യൂണിവേഴ്സിറ്റിയിൽ പോലും, കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് വിദേശ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നുണ്ടെന്നുള്ളതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതൊരു മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ധാരാളം വിദേശ വിദ്യാർത്ഥികളുണ്ട്. ഇത് നമുക്കൊരു ഫോറിലോട്ട് പോകാനുള്ള, വിദേശത്ത് പോയി ബിരുദമെടുപ്പം, ബിരുദാനന്ദ ബിരുദവും റിസർച്ചൊക്കെ ചെയ്യാനുള്ള ഒരു ആവേശം നമ്മളിലുണ്ടാക്കും. അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ ലാബ്, അവിടുത്തെ സെമിനാർ, അവിടുത്തെ ഇൻ്റർനാഷണൽ സെമിനാർ, ഇതെല്ലാം പ്രോജക്ട്സ്, ഇതെല്ലാമാണ് ഒരു കുട്ടിയെ ശരിക്കും നല്ല ഒരു സ്കോളറാക്കി മാറ്റുന്നത്. ഇതിന് CUET ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഉള്ളത്
പിന്നെ നമ്മൾ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും അതിൽ പിന്നെ ബിടെക്കിനൊക്കെ കുറച്ച് ഫീസ് കൂടുതലാവും എങ്കിൽ പോലും ആ ഫീസ് താരതമ്യേന മറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. നിങ്ങൾക്ക് പൈസ ഉള്ളവർക്ക് ഒരുപക്ഷെ സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയില്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫീസ് താരതമ്യേന കൂടുതലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും നല്ല കുട്ടികളെ കിട്ടുന്നതിന് വേണ്ടിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീംഡ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ CUET ആയിട്ട് സഹകരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല ക്രീം ഓഫ് സ്റ്റുഡൻസിന് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പിന്നെ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ തന്നെ 300ഓളം യൂണിവേഴ്സിറ്റികളിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള നിങ്ങളുടെ ചോയ്സാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും. എല്ലാം സൈറ്റിൽ അവർ അനൗൺസ് ചെയ്യും. ജനുവരിയിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. തീർച്ചയായും ഫെബ്രുവരിയിൽ ഇതിൻ്റെ പിന്നെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളും തീരുമെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നതിന് വേണ്ടി CUET ഉപകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്യുവർ സയൻസ് സബ്ജക്റ്റ് ബോട്ടണി, സുവോളജി ഇങ്ങനെയൊക്കെയുള്ളൊരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പല കൂട്ടുകാർക്കും നോർത്തിലോട്ടൊക്കെ പോയി എടുക്കണോ എന്നൊക്കെ ചിന്തിക്കും. അവസാനം തൊട്ടടുത്തൊരു കോളേജ് എടുക്കും. അതിപ്പം അവരവരുടെ ചോയ്സാണ്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ഒരു ബോട്ടണിയോ സുവോളജി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ PG തന്നെ ചെയ്യാം. നല്ല സർവകലാശാലയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാകും. മാത്രമല്ല അങ്ങനെ പ്യുവർ സയൻസ് എടുക്കുന്നവർക്ക് അപ്ലൈഡ് സയൻസിലോട്ട് മാറാൻ വളരെ എളുപ്പം കഴിയും. അതായത് ബോട്ടണി സുവോളജി എടുത്തവർക്ക് MSc വൈറോളജി പഠിക്കാം, MSc മൈക്രോബയോളജി പഠിക്കാം, MSc മെഡിക്കൽ മൈക്രോബയോളജി പഠിക്കാം, MSc പിന്നെ MSc കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോളജിയിൽ റിസർച്ച് ചെയ്യാം, MSc ഡിസീസ് ബയോളജി പഠിക്കാം, MSc ബയോടെക്നോളജി പഠിക്കാം, DNA സയൻസ് പഠിക്കാം, ബയോ ഇൻഫർമാറ്റിക്സ് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ പ്യുവർ സയൻസിൽ നിന്ന് അപ്ലൈഡ് ബയോ സയൻസിലോട്ട് പോകാം. ഇപ്പോഴും അപ്ലൈഡ് ബയോ സയൻസ് തന്നെ അണ്ടർ ഗ്രാജുവേഷനിൽ CUET വഴി ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകളുണ്ട്. ചുരുക്കം ചില സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അപ്ലൈഡ് ബയോ സയൻസിലുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അതേസമയം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ പ്രാക്ടീഷണർ ആകാം. അതുപോലെ തന്നെ എക്കണോമിക്സിൽ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പഠിക്കാം, MA എഡ്യൂക്കേഷൻ പഠിക്കാം, അപ്പോൾ MA റൂറൽ മാനേജ്മെൻറ്റിലോട്ട് പോകാം. ഇതൊക്കെ തന്നെ സാധ്യമാകുമെന്നുള്ള ഒരു കാര്യം നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം കോഴ്സുകൾ കൊണ്ട് പ്രയോജനപ്പെടുള്ളൂ. ഇനി ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ എടുത്തവർക്ക് പോലും നമുക്ക് ടൂറിസം മാനേജ്മെൻറ്റിലോട്ട് പോകാം, MBAയിലോട്ട് പോകാം. ഇതും നാഷണൽ ലെവലിൽ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ എക്സ്പോഷർ, അക്കാഡമിക് എക്സ്പോഷർ നേരത്തെ പറഞ്ഞ പോലെ കിട്ടും. അതുപോലെ തന്നെ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആസ്ട്രോ ഫിസിക്സ് പഠിക്കാം, പോസ്റ്റ് ഗ്രാജുവേഷന് റിസർച്ച് ചെയ്യാം, ജിയോ ഫിസിക്സ് പഠിക്കാം, അതുപോലെ തന്നെ ഓഷനോഗ്രാഫി പഠിക്കാം. നമുക്ക് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഷനോഗ്രാഫി ഉണ്ട്, അതുപോലെ തന്നെ ഓഷൻ സയൻസ് ഉണ്ട്. കെമിസ്ട്രി പഠിച്ചവർക്ക് ഫുഡ് ടെക്നോളജി പഠിക്കാം, ബയോ കെമിസ്ട്രി പഠിക്കാം, പോളിമർ കെമിസ്ട്രി പഠിക്കാം, അപ്പം മറൈൻ കെമിസ്ട്രി പഠിക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ സാധാരണ ലഭിക്കുന്നതിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചും ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആകാശം വളരെ വിശാലമാകുന്ന ഒരു പ്രക്രിയയാണ് ഉപരിപഠനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ CUET വഴി ഇങ്ങനെയുള്ള ഇനി ഹ്യൂമാനിറ്റീസിൽ ഇതേപോലെ ലാംഗ്വേജസിൽ പോലും പെർഫോമിംഗ് ആർട്സിൽ പോലും വൻ സാധ്യതകളാണ്. ഇന്ത്യയിലും വിദേശത്തും ഉപരിപഠന സാധ്യതകൾ, വൻ സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ടെസ്റ്റ്, അതായത് CUET എന്ന് പറയുന്നത് ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മിടുക്കരെ കണ്ടെത്താനാണ്. അപ്പം ഇതിൽ മാറി നിൽക്കരുത്. നമ്മൾ മലയാളി കുട്ടികൾ ഇനി കൂടുതലായിട്ട് ഇതിൽ വരേണ്ടതുണ്ട്. ടെസ്റ്റ് മുഖാന്തരം ഞാനൊരു മിടുക്കനാണെന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു എൻട്രൻസ് എഴുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ 4 പേരിൽ ഒരാൾക്ക് കിട്ടുന്ന ടെസ്റ്റാണെന്ന് നിസ്സംശയം പറയാം. ഈ ഓരോ ടെസ്റ്റും ഒരു ചലഞ്ചസാണ്. എല്ലാ ചലഞ്ചസും നമുക്ക് ഓവർകം ചെയ്യാനുള്ളതാണ്, മറികടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു ക്യാൻ ഓവർകം ദി ചലഞ്ചസ് ആൻഡ് ഐ വിഷ് യു എ വണ്ടർഫുൾ ഫ്യൂച്ചർ ആൻഡ് എ വണ്ടർഫുൾ കരിയർ ലൈഫ്. താങ്ക് യു.